അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്നുള്ളത് വളരെ ഏറെ നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. സാധാരണ പലരും പറയാറുണ്ട്, ഇസ്ലാം 1500 കൊല്ലമായി, ഇതുവരെ മാറ്റമില്ല, 6-ാം നൂറ്റാണ്ടിലെ നിയമങ്ങളാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ വിമർശകർ പറയാറുണ്ട്. പക്ഷേ ഇസ്ലാമിക നിയമങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് മാറ്റത്തിൻ്റെ ആവശ്യമില്ല എന്ന് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടും. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിക നിയമങ്ങൾ പ്രധാനമായും 5 മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യൻ്റെ. ഒന്ന് മനുഷ്യൻ്റെ വിശ്വാസപരമായ കാര്യമാണ്, ഈമാനിയാത്ത് എന്ന് പറയും, വിശ്വാസപരമായ കാര്യങ്ങളാണ്. രണ്ടാമത്തേത് ഇബാദാത്തുകൾ എന്ന് പറയും, നമ്മുടെയൊക്കെ കർമ്മപരമായ കാര്യങ്ങൾ, ഇബാദത്തുകൾ, നമസ്കാരം, നോമ്പുകൾ, ഇബാദത്ത്. മൂന്നാമത്തേത് മുആമലാത്തുകൾ എന്ന് പറയും, നമ്മളുടെ കച്ചവട, തൊഴിൽ ആദിയായ ഇടപാടുകൾ, മുആമലാത്തുകൾ. നാലാമത്തേത് മുആശറാത്താണ്, നമ്മളുടെ കുടുംബജീവിതം, എങ്ങനെയാണ് ഉപ്പയോട്, ഉമ്മയോട്, സഹോദരനോട്, ഇണകളോട് ഒത്തു ജീവിക്കേണ്ടത്, അതാണ് മുആശറാത്ത്. അഞ്ചാമത്തേത് അഖ്ലാഖ്, സ്വഭാവ ഗുണങ്ങളാണ്. ഈ 5 കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇസ്ലാം ലോകത്തിനെ പഠിപ്പിക്കുന്നത്. ഈ 5 കാര്യങ്ങളിൽ ഏതിലാണ് ശരിക്കും മാറ്റം വേണ്ടത്? എന്താണ് ഈമാനിയാത്ത് എന്ന് പറഞ്ഞാൽ? വിശ്വാസപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മഖ്ലൂഖ് ഖാലിഖിനെ ആരാധിക്കുന്നു. അള്ളാഹു സൃഷ്ടാവാണ്, നാം എല്ലാം സൃഷ്ടികളാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടിയാണ് മനുഷ്യൻ. ഇതാണ് ഈമാനിയാത്ത്, വിശ്വാസപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഇനി ഒരു 5000 കൊല്ലം മനുഷ്യൻ ലോകത്ത് ജീവിച്ചാലും മനുഷ്യൻ മഖ്ലൂഖും അള്ളാഹു ഖാലിഖും. അള്ളാഹു ഖാലിഖും നാം മഖ്ലൂഖും എന്ന ആ ഒരു അടിത്തറയിലാണ് വിശ്വാസപരമായ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇനി ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഖാലിഖും അള്ളാഹ് മഖ്ലൂഖും ആകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഖാലിഖായി, പിന്നെ നമ്മളെല്ലാം കൂടെ ഖാലിഖായി മറ്റൊരു ഖാലിഖിന്റെ ആവശ്യമില്ലാത്തൊരു സാഹചര്യവും വരുന്നില്ല. എത്ര നൂറ്റാണ്ടിന് ലോകത്ത് മനുഷ്യൻ ജീവിച്ചാലും നമ്മൾ മഖ്ലൂഖാണ്, അള്ളാഹു ഖാലിഖാണ്. ആ അള്ളാഹുവിനെ നമ്മൾ വിശ്വസിക്കുന്നു. അതിനാണ് വിശ്വാസപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിനി എത്ര നാളായാലും മാറ്റത്തിന്റെ ആവശ്യമില്ലാത്തതാണ്. ഇനി രണ്ടാമത്തെ വിഷയം നമ്മൾ എടുത്തു നോക്കുക, ഇബാദാത്തുകൾ. ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഈ ആദിയായ സദഖകൾ, ഇതെല്ലാമാണ് ഇബാദാത്തുകൾ. ഇതെന്താണ്? അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ച കാര്യം എന്താണ്, അതിൻ്റെ പിന്നിലുള്ള വസ്തുത, അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാതെ ഏകപക്ഷീയമായി നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇബാദത്തുകൾ. എന്തിനാണ് ദുഹർ 4 റക്അത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അള്ളാഹു പറഞ്ഞു ദുഹർ 4 റക്അത്താണ്, നമ്മൾ 4 റക്അത്ത് നിസ്കരിക്കുന്നു. അസ്റും 4, മഗ്രിബ് 3 ആണെന്ന് അള്ളാഹു തആല പറഞ്ഞു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മഗ്രിബ് 3 ആണ്, നമ്മൾ മഗ്രിബ് 3 നിസ്കരിക്കും. ഇഷ പിന്നെ എന്താണ് 4? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇഷ 4 ആണ്, നമ്മൾ ഇഷ 4 നിസ്കരിക്കും. സുബഹി 2 ആയതെന്താ? റസൂൽ അങ്ങനെ പറഞ്ഞു, സുബഹി 2 ആണ്, നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കും. ഇനി ഇതിനകത്തൊരു മാറ്റത്തിന്റെ ആവശ്യമില്ല. ഇനി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ദുഹറിന്റെ റക്അത്ത് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ് അതങ്ങനെ എന്ന് നമുക്കതിൻ്റെ പിന്നിലെ തത്വം അറിയില്ല. തത്വം അറിയാതെ ഏകപക്ഷീയമായി നമ്മൾ അനുസരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇബാദത്തുകൾ. അതിൻ്റെ തത്വം അറിയേണ്ട ആവശ്യമില്ലാത്തിടത്തോളം കാലം ഇനി ആ ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു മാറ്റത്തിൻ്റെയും ആവശ്യമില്ല. ഇനി ഒരു 10000 കൊല്ലം മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചാലും ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട എന്തിൻ്റെ ആവശ്യം? ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. 1400 കൊല്ലമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനായിട്ട് എന്താണോ പഠിപ്പിച്ചത് അതാണ് ഇന്നും ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമലുകളായിട്ട് എന്താണോ പഠിപ്പിച്ചത് അത് തന്നെയാണ് ഇന്നും അമൽ. ഇനി എത്ര കൊല്ലം ഈ സമൂഹം ലോകത്ത് ജീവിച്ചാലും, മനുഷ്യവംശം ജീവിച്ചാലും, അത് തന്നെയാണ് ഈമാനും, അത് തന്നെയാണ് അമലും. മൂന്നാമത്തെ കാര്യം എന്താണ്? മുആമലാത്തുകളാണ്. മുആമലാത്ത് അത് നമുക്ക് അവസാനം ചർച്ച ചെയ്യാം, അവിടെ നിൽക്കട്ടെ. നാലാമത്തെ വിഷയം എടുക്കാം, മുആശറാത്ത്.
മുആശറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എങ്ങനെയാണ് എൻ്റെ ഉപ്പയോട് പെരുമാറേണ്ടത്, ഉമ്മയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്. ഖുർആൻ എന്താ പറഞ്ഞത്? വബിൽ വാലിദൈനി ഇഹ്സാന വലാ തഖുൽ ലഹുമാ ഉഫിൻ. ഏറ്റവും ഉന്നതമായ പെരുമാറ്റ ശീലങ്ങളാണ് ഖുർആൻ പഠിപ്പിച്ചത്, ഇസ്ലാം പഠിപ്പിച്ചത്. ഇനി അതിന്റെ മേലെ ഒരു പെരുമാറ്റ രീതി ലോകത്തൊരാൾക്കും പറയാനില്ല. നീ നിന്റെ ഉപ്പയോടും ഉമ്മയോടും ഒരു ഇഷ്ടക്കേടിന്റെ വാക്ക് സംസാരിക്കുക പോലും ചെയ്യരുത്. ഉഫിൻ എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ ഛേ എന്ന് പറയും അല്ലെ അർത്ഥം. അങ്ങനെ അല്ല. ശരിക്കും നമ്മൾ അതിന്റെ ആശയം മനസ്സിലാക്കുമ്പോൾ, ആശയത്തിലേക്ക് പോകുമ്പോൾ ഛേ എന്ന് പറയുന്ന വാക്ക് നമ്മൾ എപ്പോഴാ പറയുക? ഒരു ഇഷ്ടപ്പെടാത്ത കാര്യം കാണുമ്പോൾ നമ്മിൽ നിന്നും യാന്ത്രികമായി ഉണ്ടാകി പോകുന്ന ഒരു വാക്കാണത് അല്ലെ. ഒരു കാര്യം ഇത് പറഞ്ഞു പോകുന്നതാണത്, പറഞ്ഞു പോകുന്നതാണത്, മനഃപൂർവ്വം പറയുന്ന കാര്യം അല്ലത്. ഖുർആൻ പറയുന്നത് നിന്റെ ഉപ്പയോടും ഉമ്മയോടും മനഃപൂർവ്വമല്ലാതെ പോലും അവിചാരിതമായി സംഭവിച്ചു പോകുന്ന ഒരു വെറുപ്പിന്റെ പ്രകടനം ഉണ്ടല്ലോ, അതുപോലും പാടില്ല എന്ന് പറഞ്ഞിടത്ത് ഇനി അതിനേക്കാൾ മഹത്വമായത് എന്താ ഉള്ളത്? ഇനി ഇടയ്ക്ക് ഉപ്പാനെ ഓരോ തല്ലു കൊടുക്കണമെന്ന് നിയമം മാറ്റണം? അതല്ലേ ഇനിയിപ്പോ അത് പറ്റുള്ളൂ. മുആശറാത്തിന്റെ മനുഷ്യന്റെ കുടുംബ ബന്ധത്തിലെ ഏറ്റവും ഉദാത്തമായ കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞു, ഹദീസും പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി അതിന്റെ മേലെ ഒന്ന് പഠിപ്പിക്കാനില്ല, അതിന്റെ മേലെ ഒന്ന് ഒരു മനുഷ്യന് മുമ്പോട്ട് വെക്കാനില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളുടെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ട് ഉപകാരം ചെയ്തുകൊണ്ടേയിരിക്കുന്നതിന്റെ പേരാണ് ഇഹ്സാൻ. ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല, അങ്ങോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക, ഇതാണ് ഇഹ്സാൻ. അപ്പൊ ഇനി അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു മഹത്വമുള്ള ഒരു കാര്യം പറയാനുണ്ടോ? ഇസ്ലാമിന് മാറ്റം വേണമെന്ന് നമ്മൾ സങ്കല്പിക്കാം. എന്താണ് അതിനേക്കാൾ വലുതൊന്ന് പറയാനുണ്ടോ? ഇല്ല, അതിനേക്കാൾ വലുതൊന്നും പറയാനില്ല. ഇനി നമ്മളുടെ മറ്റു ബന്ധങ്ങളാകട്ടെ, ഇണകളോടുള്ള ബന്ധങ്ങളാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധങ്ങളാകട്ടെ, അയൽവാസികളോടുള്ള ബന്ധമാകട്ടെ, എല്ലായിടത്തും ഏറ്റവും മഹത്വമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖൈറുക്കും ലിഅഹ്ലിഹി. ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും മഹാനായ മനുഷ്യൻ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞുതരാണ്. ഏറ്റവും വലിയ മഹാൻ നിങ്ങളുടെ ഇണകളോട് ഏറ്റവും നല്ലവനാണെങ്കിൽ നിങ്ങൾ അള്ളാന്റെ അടുത്തും ഏറ്റവും നല്ലവനാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി എന്താണ് പറയാനുള്ളത്? ഇതിനേക്കാൾ വലുതൊന്നും ഇനി പറയാനില്ല. അതൊന്ന് മാറ്റിയിട്ട് വേണമെങ്കിൽ അത്രയൊന്നും വേണ്ട, കുറച്ചുകൂടെ നമുക്കൊന്ന് താഴ്ത്താം എന്നേ പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ അതിനേക്കാൾ മഹത്വമായത് മൻ കാന മിൻകും യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം വലാ യുഅ്ദി ജാറഹു. നിങ്ങൾ അള്ളാനെയും അന്ത്യദിനത്തെയും വിശ്വസിക്കുന്നവരാണെങ്കിൽ അയൽവാസിയെ ഉപദ്രവിക്കരുത്. ഇതിനേക്കാൾ ഇനി അയൽവാസിയോടുള്ള മഹത്വം എന്ത് പറയണം? അയൽവാസിയോടുള്ള ബാധ്യതകളെ കുറിച്ച് എന്ത് പറയണം? മാ സാല ജിബ്രീലു യൂസീനി, ജിബ്രീൽ എന്നോട് വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജിബ്രീൽ എന്നോടൊന്ന് പറയാം, അയൽവാസിയുടെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, അയൽവാസിയുടെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെയും പറയാം, അയൽവാസിയുടെ കാര്യം ശ്രദ്ധിക്കണം. നബിയെ അയൽവാസിയുടെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെയും പറയാൻ, നബിയെ അയൽവാസിയുടെ കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ ഈ ജിബ്രീലിന്റെ വർത്താനം കേട്ട് ഞാൻ വിചാരിച്ചു, ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തിന്റെ അവകാശവും കൂടെ അയൽവാസിക്കുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. അത്രയുമാണ് ജിബ്രീൽ എന്നോട്, ജിബ്രീൽ യൂസി, ജിബ്രീൽ എന്നോട് അയൽവാസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി ഇതിനേക്കാളും നല്ലത് ഇസ്ലാം മാറാം. ഇസ്ലാം 14 നൂറ്റാണ്ട് മുമ്പുള്ളതാണ്. ഇതൊന്നും മാറ്റിയിട്ട് വേറൊന്ന് നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളതാണ്, ഇതിനേക്കാൾ മഹത്വമായത് ഒരു അയൽവാസിയോടുള്ള പെരുമാറ്റത്തിൽ എന്താണ് വെക്കാനുള്ളത്? ഇനി അടുത്തത് എന്താണ്? അഖ്ലാഖാണ്, സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. എല്ലാ മഹത്വമുള്ള സ്വഭാവവും പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് തന്നെ. നിങ്ങൾ ഗീബത്ത് പറയരുത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഒരു സഹോദരന്റെ അസാന്നിധ്യത്തിൽ അയാളുടെ കുറ്റം നിങ്ങൾ പറയരുത്. അതാണ് ഗീബത്ത്. അങ്ങനെ പറയുന്നതിന്റെ പേരാണ് ഗീബത്ത്. ഇതിനേക്കാൾ വലിയ ഒരു സ്വഭാവം ഇനി പഠിപ്പിക്കാനുണ്ടോ? പറയും. നമ്മുടെ നാട്ടിലെ രീതി എന്താണ്? നേരെ മുഖത്തൊക്കെ ചീത്ത വിളിക്കുന്ന ലോകമാണ്. ആ ലോകത്ത് നിന്ന് മാറി നേർക്ക് നേരെ നിങ്ങൾ ഒരാളെ അധിക്ഷേപിക്കരുത്. അയാളുടെ അസാന്നിധ്യത്തിലും നിങ്ങൾ അയാളെ കുറിച്ച് പറയരുത്.
ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും പറയരുത് എന്ന് പറയുന്ന ഈ സ്വഭാവത്തെക്കാൾ ഒരു വലിയ സ്വഭാവം പറയും. എന്നാലേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇസ്ലാമിന് മാറ്റമില്ല ഇല്ല എന്ന് പറയുമ്പോൾ മാറ്റാൻ എന്തെങ്കിലും ഒന്ന് കഴിയണ്ടേ? പകരം വെക്കാൻ, അതിനേക്കാൾ മൂല്യവത്തായ ഒന്ന് പകരം വെക്കാൻ കഴിയുന്നിടത്തല്ലേ നമുക്ക് മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനിയും ഒരു 10,000 കൊല്ലം ഈ സമൂഹം അല്ലെങ്കിൽ മനുഷ്യ സമൂഹം ഈ ലോകത്ത് ജീവിച്ചാലും ഇതിനേക്കാൾ വലുതൊന്നും പറയാനില്ല. നിന്റെ ഒരു സഹോദരനോട് നീ ചെയ്യേണ്ടുന്ന പെരുമാറ്റത്തിന്റെ ഏറ്റവും മഹത്വമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു. ഇങ്ങനെ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് വിശ്വാസപരം, മറ്റൊന്ന് കർമ്മപരം, അനുഷ്ഠാനപരം അഥവാ അമലുകൾ, പുണ്യകർമ്മങ്ങൾ. 4 നമ്മളുടെ കുടുംബ സാമൂഹിക ബന്ധങ്ങൾ. മറ്റൊന്ന് നമ്മളുടെ സ്വയം ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന മഹിതമായ സ്വഭാവങ്ങൾ. ഇനി അടുത്തത് മുആമലാത്താണ്. മുആമലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചവടം അല്ലെ, കച്ചവടങ്ങള്, തൊഴിലുകള്, പിന്നെ നമ്മുടെ ഒരുപാട് മേഖലകളിലേക്ക് കടന്നു നിൽക്കുന്ന നമ്മളുടെ ക്രയവിക്രയങ്ങളാണ് കച്ചവടം. അത് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഒരു കാലത്തും ഒന്നിൽ തന്നെ നിൽക്കുന്നില്ല. ഇന്നിപ്പം നമ്മൾ നടക്കുന്ന സാമ്പത്തിക ഇടപാടല്ല നാളെ, സാമ്പത്തിക ഇടപാടിന്റെ രീതി നാളെ മാറും. അത് ഒരാഴ്ച കഴിയുമ്പോൾ വേറെന്നാവും. ഇങ്ങനെ സാമ്പത്തിക ഇടപാടിന്റെ രീതികൾ, പുതിയ 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 കച്ചവടങ്ങൾ എല്ലാം വളർന്ന് 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 വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഇസ്ലാം ഏത് തരത്തിലുള്ള ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിലും അത് മുഴുവൻ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന നിയമങ്ങളുണ്ട്. ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അത് ഖുർആനിന്റെയോ ഹദീസിന്റെയോ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഇസ്ലാമിക നിയമങ്ങൾ സമ്പന്നമാണ്. ഏതെങ്കിലും ഒരു കച്ചവട രീതികൾ പുതുതായി ഉണ്ടായി, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടിന്റെ പുതിയ രീതികൾ ഉണ്ടായി, ഇസ്ലാമിൽ അതിന് നിയമമില്ല എന്ന് ഒരു പ്രശ്നമേ നമുക്ക് എത്ര കാലം ഇനി സമൂഹം മുമ്പോട്ട് പോയാലും, ഇനി ഒരു 10,000 കൊല്ലം ജീവിച്ചാലും അതിനനുസരിച്ച് ഇന്ന് വളരുന്നതിനേക്കാൾ വേഗതയിൽ നമ്മളുടെ സാമ്പത്തിക ഇടപാടിന്റെ രീതികൾ വളർന്നുകൊണ്ടേയിരുന്നാലും ഓരോ സാമ്പത്തിക ഇടപാടുകളുടെയും വിധികൾ എന്താണ്? അത് അനുവദനീയമാണോ അല്ലേ? അല്ലെങ്കിൽ അതിനെ അനുവദനീയമാക്കാൻ വേണ്ടി എന്തെല്ലാം മാനദണ്ഡങ്ങൾ ആ ഇടപാടിൽ പാലിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന തരത്തിൽ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം സജ്ജമാണ്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏത് സാമ്പത്തിക ഇടപാട് എടുത്തോളൂ, ഇസ്ലാമികമായ സാമ്പത്തിക ഇടപാടിന്റെ നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിന് വിധി പറയാൻ കഴിയുന്നിടത്തോളം ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം സജ്ജമാണെങ്കിൽ പിന്നെ എത്ര കാലം മാറിയാൽ എന്തിനാണ്? 14 നൂറ്റാണ്ടല്ല, ഇനി ഒരു 1500 നൂറ്റാണ്ട് ജീവിച്ചാലും സമൂഹത്തിൽ മുബദ്ദില ലി കലിമാത്തില്ലാ, അള്ളാഹുവിന്റെ കലിമാത്ത്, ലാ മുബദ്ദില ലി കലിമാതി, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ, വിശുദ്ധ ഖുർആൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ, അത് മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ സൗന്ദര്യവും അത് മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ സമഗ്രതയും അതിന് മാറ്റം വരേണ്ടുന്ന ആവശ്യമേ ഇല്ല, അതിനൊരു മാറ്റം ഉണ്ടാവുകയുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയണം. ഇനി കാലത്തിനനുസരിച്ച് മാറണം എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും ഈ 5 കാര്യങ്ങളിൽ അത് പെട്ടതാണ്. അതുകൊണ്ട് അതിന് മാറ്റങ്ങളില്ല. ഇസ്ലാം ഇനിയും ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ അതിന്റെ നിയമങ്ങൾ സജ്ജമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു അല്ലാത്ത മറ്റൊരു അഭയസ്ഥാനം നിങ്ങൾക്കില്ല. അല്ലാഹു തആല നിങ്ങൾക്ക് ഓതിത്തരുന്ന കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ പകർത്തി ഓതുക, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. അതിൽ നിന്നും നിങ്ങൾ വ്യതിചലിച്ചു പോകുന്നിടത്ത് അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു സംരക്ഷണമില്ല. അല്ലാഹു മാത്രമാണ് നിങ്ങളുടെ അഭയം എന്ന നിലയ്ക്ക് അല്ലാഹുവിന്റെ വചനങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം. തുടർന്ന് അല്ലാഹു തആല പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ പറഞ്ഞു 5 തരത്തിലുള്ള വിപത്തുകളെ, പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് സൂറത്തുൽ കഹ്ഫ് ചർച്ച ചെയ്യുന്നത്.
5 തരത്തിലുള്ള ഫിത്നകളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ 5 ഫിത്നകളെ സൂചിപ്പിക്കുന്ന 5 സംഭവങ്ങളാണ് സൂറത്തുൽ കഹ്ഫ് വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഈമാനിന്റെ പേരിലുണ്ടായ പരീക്ഷണമാണ്. അവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമുക്ക് കിട്ടുന്ന നന്മകളും പരീക്ഷണമാണ്, നമുക്ക് കിട്ടുന്ന പ്രയാസങ്ങളും പരീക്ഷണമാണ്. അനുഗ്രഹങ്ങളും പരീക്ഷണമാണ്, പ്രയാസങ്ങളും പരീക്ഷണമാണ്. ഈമാൻ ഒരു വലിയ അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹം പരീക്ഷിക്കപ്പെടും. ഒരുപാട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വാസം സ്വീകരിച്ച സമൂഹം ഒരുപാട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ സംഭവം പറയുന്നത്, വിശ്വാസം എന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹം കിട്ടിയ ഒരു സമൂഹം നേരിടേണ്ടി വന്ന ഒരു വലിയ പരീക്ഷണത്തെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം പറഞ്ഞതിന് ശേഷം ഈ പരീക്ഷണത്തിന്റെ ഒരു മറുമരുന്ന് നമ്മുടെ മുമ്പിൽ വെക്കുകയാണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ചിലത് ഈ ആയത്തിനെ വിശദീകരിക്കുന്നത്. ഈമാന്റെ പേരിൽ നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ആ പരീക്ഷണത്തിനെ നമുക്ക് അതിജയിക്കാനുള്ള ഒരു മാർഗം, ഒരു മരുന്ന് അല്ലാഹു തആല വെക്കുന്നത് ഇതാണ്: വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുറുത്. വസ്ബിർ നഫ്സക, നബിയെ നിങ്ങളുടെ നഫ്സിനെ ക്ഷമിപ്പിച്ചിരുത്തണം. സബർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സബറില്ല എന്ന് പറയുന്നത്, തീരെ സബറില്ലാത്ത ആളാണ്. അത് തന്നെ സബർ. വസ്ബിർ നഫ്സക്, താങ്കളുടെ നഫ്സിനെ ക്ഷമിപ്പിച്ചിരുത്തണം, പിടിച്ചിരുത്തണം. മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ ദുആ ചെയ്യുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന ആൾക്കാരോടൊപ്പം താങ്കളുടെ നഫ്സിനെ പിടിച്ചിരുത്തണം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളൊരു 6 പേരുണ്ടായിരുന്നു. കുറച്ച് ദുർബലരായ പാവങ്ങളായ കുറച്ച് പേര്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ 2 പേരുടെ പേരാണ് സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. ബാക്കി 3 സഹാബാക്കളുടെ പേര് പറഞ്ഞിട്ടില്ല. അവരുടെ പേര് പറയുന്നില്ല എന്ന്, 2 പേരുടെ പേര് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആണ് സഅദ് റളിയല്ലാഹു അൻഹു ആ സംഭവം പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം കുറച്ച് നാട്ടിലെ പ്രമാണിമാർ വന്നിട്ട് നബിയോട് പറഞ്ഞു, ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ കൂടെ നമ്മൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മോശമാണ്, ഞങ്ങളെല്ലാം ഇപ്പോൾ ഒരേ കാറ്റഗറി ആയി പോയില്ലേ. സാഹിദിൻ്റെയും അബ്ദുല്ലാഹി മസൂദിൻ്റെയും ബിലാലിൻ്റെയൊക്കെ കൂടെ ഞങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരേ കാറ്റഗറി ആയി പോകുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഇനം തിരിക്കേണ്ട ആവശ്യം. 2-3 ദിവസം അവരിരുന്നോട്ടെ, വേറെ 2 ദിവസം ഞങ്ങളിരിക്കാം. അതൊക്കെ നമുക്കൊന്ന് ആൾക്കാരൊന്ന് ഇനം തിരിച്ചിട്ട്, വിഭാഗം തിരിച്ചിട്ട് നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളോട് സഹകരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് സഹകരിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. വിശ്വാസം സ്വീകരിക്കാത്ത ആൾക്കാരാണ് ഇത് പറയുന്നത് കേട്ടോ. വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്ത, വിശ്വസിക്കാം എന്ന, അങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെയൊക്കെ കൂടി സഹകരിച്ച് നിൽക്കാം എന്നൊക്കെയുള്ള ഒരു അഭിപ്രായം മുമ്പോട്ട് വെച്ചു. ഈ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാർ വന്ന് നിങ്ങളുടെ കൂടെ ഇരുന്ന് തരാം, സാധുക്കളെയൊക്കെ പറഞ്ഞയച്ചാൽ മതി എന്നൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് ഈ സാധുക്കളുടെ കൂടെ ക്ഷമിച്ചിരിക്കുക. അവരുടെ കൂടെ ക്ഷമിച്ചിരിക്കുക. അവരുടെ കൂടെ ഇരിക്കാൻ കുറച്ച് ക്ഷമ വേണം. കാരണം എന്താണ് അവർ ചെയ്യുന്നത്? യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി. അവർക്ക് വലിയ ചർച്ചകളൊന്നുമില്ല. ലോകരാഷ്ട്രീയം അല്ലേ, ലോകരാഷ്ട്രീയം ഇന്ന് എന്താണ് നടക്കുന്നത് അതൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് നല്ല ഉഷാറാണ്. അല്ലെങ്കിൽ ഇപ്പം തിരുവനന്തപുരത്ത് എന്തൊക്കെ രാഷ്ട്രീയം, തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയം എന്താണ്, ഡൽഹിയുടെ രാഷ്ട്രീയം എന്താണ്, ഇതൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് നല്ല ഉഷാറാണ്. അതേസമയത്ത് നമുക്ക് കുറച്ചു നേരം ഖുർആൻ ക്ലാസ് കേട്ടാലോ, മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഖുർആൻ ക്ലാസ് ഉണ്ട്, അതിപ്പം ഒരു പ്രയാസം തന്നെയാണ്. അതേസമയത്ത് മറ്റേതാണെങ്കിൽ നമുക്ക് എത്ര നേരവും ചർച്ച ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അതിന് ഒറ്റക്കാലിൽ നിന്നിട്ട് കുറേ നേരമല്ല നിൽക്കുന്നത്, നമുക്കൊരു ചായയൊക്കെ കുടിച്ച് അപ്പുറത്ത് ഇരിക്കാവുന്നതായി. അങ്ങനെ പിന്നെ ചായ കുടിച്ചിരുന്ന് കുറേ നേരം അത് ചർച്ച നടക്കും. ഇത് നല്ല രസമുള്ളൊരു വിഷയം.
അവർക്ക് നല്ല വിഷയങ്ങൾ ഇടാനുണ്ടാവും, നമുക്ക് ചർച്ച ചെയ്തിരിക്കാൻ രസമുണ്ടാവും. പക്ഷേ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി. അവർക്ക് വേറെ വർത്താനങ്ങളൊന്നുമില്ല, ഖുർആൻ ക്ലാസ്, ദിക്ർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ, അല്ലറ ചില്ലറ ഏർപ്പാടുകളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാർ. അവരുടെ കൂടെ സമയം ഇരുന്നാൽ തന്നെ സമയം അങ്ങോട്ട് പോയി കിട്ടല്ല. ഇടക്കിടക്ക് ഇങ്ങനെ വാച്ച് നോക്കും, ക്ലോക്കൊക്കെ നോക്കും, ഇപ്പൊ നിർത്താനായെന്ന് നോക്കും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് നബിയെ ക്ഷമിച്ചിരിക്കണം, പിടിച്ചിരുത്തണം. വസ്ബിർ നഫ്സക, നിങ്ങളുടെ നഫ്സിനെ അങ്ങോട്ട്, ശരീരത്തിനെ പിടിച്ച് ക്ഷമിപ്പിച്ചങ്ങ് ഇരുത്തണം. മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, രാവിലെയും വൈകുന്നേരവും ദുആക്കളിൽ കഴിയുന്ന ആൾക്കാർ. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പണ്ഡിതന്മാർ പല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, സുബഹിയുടെയും മഗ്രിബിന്റെയും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആൾക്കാർ, അതാണ് അത് രാവിലെയും പ്രദോഷത്തിലുമുള്ള രണ്ട് നമസ്കാരങ്ങൾ. എന്നാൽ പ്രബലമായി ഖുർആൻ പണ്ഡിതന്മാർ പറയുന്ന വിശദീകരണം, ഇത് രണ്ട് സമയത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ ഉദ്ദേശം ആ ഒരു ചിന്ത നിലനിർത്തുന്ന ആൾക്കാരെ കുറിച്ചാണ്. യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, രാവിലെയും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലോ ഒരു രാപകൽ അത് തന്നെ പണിയുന്നു, ആ ഒരു അർത്ഥത്തിലാണത്. അപ്പൊ അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്, ആ സ്വഭാവത്തിൽ നിരന്തരമായി കഴിയുന്ന ആൾക്കാരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ ദിക്റിലായി, ഖുർആന്റെ പാരായണത്തിലായി, അതുപോലെ ദീനിന്റെ കാര്യങ്ങളുടെ പറയലും കേൾക്കലും, അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരങ്ങളും ദീനിന്റെ നസീഹത്തുകളും ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുന്ന കുറച്ച് മനുഷ്യരുണ്ടാവും. നിങ്ങൾ അവരുടെ കൂടെ ഒന്ന് ക്ഷമിച്ചിരിക്കുക എന്ന് ആരുടെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ, ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ കൂടിയത്. ഇതൊക്കെ പ്രകടനമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാൾക്കാരാണ്. ആത്മീയത കച്ചവടമാക്കിയ ആൾക്കാരുണ്ട്, നല്ലൊരു ബിസിനസ്സുമാണത്, നല്ല നിലയിൽ കൂടെ നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാരുണ്ട്. യുരീദൂന വജ്ഹ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നല്ല നിലയിൽ ദീനിയായ അനുഷ്ഠാന കാര്യങ്ങൾ ശ്രദ്ധിച്ച് പാലിച്ച് മുമ്പോട്ട് പോകുന്ന ആൾക്കാരോടൊപ്പം നിങ്ങൾ ക്ഷമിച്ചിരിക്കണം നബിയെ. മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹു, നിങ്ങളുടെ കണ്ണ് ഈ പറഞ്ഞ ആൾക്കാരെയും വിട്ട് അങ്ങോട്ട് പോകണ്ട. ഐനെന്ന് പറഞ്ഞാൽ കണ്ണ്. വലാ തഅദു ഐനാക അൻഹു, നിങ്ങളുടെ കണ്ണ് ഈ പറഞ്ഞ ആൾക്കാരെയും വിട്ടിട്ട് വേറെ വഴിക്ക് പോകണ്ട. കണ്ണും കാതുമല്ല ഇവിടെ തന്നെ നിൽക്കട്ടെ, ഇവിടെ തന്നെ പിടിച്ചു നിർത്ത്. ഈ കണ്ണിന്റെ പിറകെയാണ് പോകുന്നത് അല്ലെ. ഒരിടത്തേക്ക് നോട്ടം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചിന്ത പോകും, അതിലേക്ക് പോകും, പിന്നെ ആളുടെ രീതികൾ മാറും. അതുകൊണ്ടാണ് പല താഴ്തു അയിനാക്കാനും, കണ്ണ് വേറെ അങ്ങോട്ടും പോകണ്ട, പിടിച്ച് ഈ കാര്യങ്ങൾ തന്നെ നിലനിർത്തണം. തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ, ലൗകിക ജീവിതത്തിന്റെ ഈ സൗന്ദര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ സുഖവും രസവുമെല്ലാം ആഗ്രഹിച്ചിട്ട് നിങ്ങൾ മറ്റു വശത്തേക്ക് ശ്രദ്ധ കൊടുക്കണ്ട. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ആൾക്കാരുടെ ഇടയിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, എന്റെ ചിന്തയിൽ നിന്നും മനസ്സിന് വിസ്മൃതിയിലായി പോയ ആൾക്കാരെ നിങ്ങൾ പിന്തുടരണ്ട. വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർഖാ. കുറെ വിഷയങ്ങൾ ഈ ആയത്ത് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, സാലിഹ്യങ്ങളുള്ള സഹവാസം വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി, ഓരോരുത്തരും അവന്റെ കൂട്ടുകാരന്റെ രീതി എന്താണോ അങ്ങനെയാണ് ജീവിക്കുക. അതുകൊണ്ട് ഫൽ യൻദുർ അഹദുക്കും മൻ യുഖാലി, നിങ്ങളുടെ കൂട്ടുകാരൻ ആരാന്ന് നിങ്ങൾ ശരിക്കും ആലോചിക്കും. നിങ്ങളുടെ കൂട്ടുകാരാരാണെന്ന് ശരിക്കും ആലോചിക്കും. നല്ല സൗഹൃദങ്ങൾ അല്ല എങ്കിൽ നമ്മളുടെ വഴി മാറിപ്പോകും. യൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, ഒരു മനുഷ്യൻ അക്രമിയായി പോകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ കൂട്ടുകാരൻ മോശമാകുമ്പോഴാണ്. യൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി, അക്രമി അവന്റെ കൈ കടിക്കും. യഖൂലു, എന്നിട്ട് അവൻ പറയും, യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല, എന്റെ കൂട്ടുകാരൻ മോശമായി പോലോ, നബിയായിരുന്നു എന്റെ കൂട്ടുകാരനെങ്കിൽ എത്ര നല്ലത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടുകാരനാക്കി. റസൂലിന്റെ ചര്യ, ആ സുന്നത്തെ ജീവിച്ച് എത്ര നല്ലതായിരുന്നു. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ അയാളെയാണല്ലോ കൂട്ടുകാരനാക്കി, അയാളുടെ കൂടെ കൂടിയിട്ട് ഞാൻ ഈ ഗതിയിലായല്ലോ. അതുകൊണ്ട് ആ സമയത്ത് മനുഷ്യൻ അൽഅഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വൻ, ഖുർആൻ വളരെ കൃത്യമായി പറയാണ്, മുഴുവൻ കൂട്ടുകാരും പരലോകത്ത് ശത്രുക്കളായിരിക്കും. മുത്തഖീങ്ങൾ ഒഴികെ, അള്ളാഹുവിനെ തഖ്വയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ കാര്യങ്ങൾ പറയാനും കേൾക്കാനും അതിന്റെ പേരിൽ സൗഹൃദം സ്ഥാപിച്ചവരല്ലാത്ത, അള്ളാഹുവിന്റെ പേരിൽ കൂട്ടുകാരായി മാറിയവരല്ലാത്ത മുഴുവൻ കൂട്ടുകാരും അൽഅഖില്ലാഉ ബഅദുഹും ലിബഅദിൻ അദുവ്വൻ, എല്ലാ കൂട്ടുകാരും ശത്രുക്കളായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയാം. അപ്പൊ സൗഹൃദം നമ്മളുടെ ഒക്കെ ജീവിതത്തിലുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആയതുകൊണ്ടാണ് ഞാൻ ഗൗരവത്തിൽ പറയുന്നത്. സൗഹൃദം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ സൗഹൃദം നല്ലവരുമായിട്ടാകണം. നല്ലവരുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ അയാൾ ഒരു യാത്രയിൽ വണ്ടി സൈഡാക്കും, ബാങ്ക് കൊടുക്കുമ്പോൾ അയാൾ പള്ളിയിൽ കയറും, നമ്മളും പള്ളിയിൽ കയറും. അതല്ലാത്തതാണെങ്കിൽ എന്തിനാണ് ഈ നമസ്കാരം, അത് ആ സമയത്തിന് വണ്ടി ഓടരുത്, അവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ പോയി ഒരു ഇരിപ്പുണ്ട്, 1 മണിക്കൂർ കാത്തിരുന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട്. എത്ര നേരമാണ് ഒരു ഹോട്ടലിൽ അല്ലേ ഫുഡ് കഴിക്കാൻ? പള്ളി കയറി നമസ്കരിക്കാൻ ആകെ ഒരു 10 മിനിറ്റ് സമയം വേണം. ഒരു വക്ത് കയറി നിസ്കരിച്ചിട്ട് 10 മിനിറ്റ് സമയം എടുക്കും. ഈ വാഹനം ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ഇനിയിപ്പം വണ്ടി നിർത്തി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ താമസം ഇങ്ങനെ താമസം ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കാൻ ശൈത്താനും ഉണ്ടാവും, ആ സൈസ് കൂട്ടുകാരാണെങ്കിൽ അവരും ഉണ്ടാവും. നമസ്കാരത്തിന് വേണ്ടി വരുന്ന ഈ 10 മിനിറ്റ് ഭയങ്കര സമയനഷ്ടമായിട്ട് നമ്മൾ കാണുകയും ചെയ്യും. പക്ഷേ ഹോട്ടലിൽ ചെന്നാൽ ഇന്നിപ്പോൾ അവസ്ഥ അറിയാമല്ലോ, ഒരു ആഹാരം ഓർഡർ ചെയ്താൽ വരാൻ ഒരു അരമണിക്കൂർ കുറഞ്ഞത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സാധനം എടുത്തിടുന്നെന്നാ പറയുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലാഹു അലം. ഏതായാലും അതിനു വേണ്ടി എത്ര സമയം പഴക്കം, അതിനെക്കുറിച്ച് യാതൊരു ആശങ്കയില്ല. പക്ഷെ കൂട്ടുകാർ നല്ലതാണെങ്കിലോ, നമ്മുടെ യാത്രയുടെ ഇടയിൽ എത്ര തിരക്കിട്ടുള്ള യാത്രയാണെങ്കിലും നമസ്കാരം കൃത്യമായിട്ട് നടന്നിരിക്കും. പലപ്പോഴും ഈ കമ്പനി കൂട്ടുകൂടിയുള്ള യാത്രകളിലാണ് ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നത്, ആണല്ലേ? ലഹരി ഉപയോഗിക്കുന്ന ശീലമില്ലാത്ത ആളുകൾ ലഹരി ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങുന്നത് കൂട്ടുകൂടിയുള്ള യാത്ര. ഇന്നിപ്പോ അത് വേണ്ടട്ടോ, ഇന്നിപ്പോ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചു വരികയാണ്. സ്കൂളിലെ സൗഹൃദവും വളരെ പ്രധാനം. നമ്മുടെ സൗഹൃദം മാത്രമല്ല, നമ്മളുടെ മക്കളുടെ സൗഹൃദവും പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 കൂട്ടുകാരെ സംബന്ധിച്ച് പറഞ്ഞു. ഒരു കൂട്ടുകാരൻ, നല്ല കൂട്ടുകാരൻ, അവന്റെ കൂടെ നീ കൂട്ടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ അവൻ കഹാമിലിൽ മിസ്കി, അവൻ കസ്തൂരി കൊണ്ടു നടക്കുന്ന ആളെ പോലെ. കസ്തൂരി സുഗന്ധം കൊണ്ടു നടക്കുന്ന ആളുടെ അടുത്ത് കുറച്ചേരം ഇരുന്നാൽ എന്താവും? പോകുമ്പം തന്നെ ഒരല്പം അല്ലേ സുഗന്ധം വിൽക്കുന്ന ഒരാളുടെ അടുത്തോട്ട് പോയി നോക്കും, അന്നേരം തന്നെ ഒരല്പം എടുത്തിട്ട് വെച്ചേരും. നീ അവിടെ നിന്നൊന്നും വാങ്ങിയില്ലെങ്കിൽ പോലും കുറച്ചു നേരത്തേക്ക് ആ സുഗന്ധ കച്ചവടക്കാരന്റെ കൂടെ ഇരുന്നതിന്റെ മണം നിനക്കുണ്ടാവും. ഇതുപോലെയാണ് നിന്റെ നല്ല കൂട്ടുകാരൻ. ആ നല്ല കൂട്ടുകാരന്റെ കൂടെ അല്പസമയം കൂടിയാൽ അതിന്റെ ഒരു ദീനിയായ മണം നിനക്കുണ്ടാവും. എന്നാൽ മോശമായ കൂട്ടുകാരൻ കന്നാഫിഖി ഫിൽ ഖൂർ, ഉലയിൽ ഊതുന്ന ആളെ പോലെയാണ്. ഉലയിൽ ഊതുമ്പോൾ എന്താ സംഭവിക്കുന്ന? തീപ്പൊരി ഇങ്ങനെ പറക്കും അല്ലെ? അടുത്ത് പോയിരുന്നാൽ ഒരുന്ന് പറന്നു വന്ന് കുപ്പായത്തെ വീട്, അവിടെ ചെറിയ ഹോള് അല്ലേ സംഭവം. മുമ്പൊക്കെ അതങ്ങനെ കാണായിരുന്നു, അപ്പൊ പിന്നെ അങ്ങോട്ടൊന്നും ഒരു പോക്കില്ലല്ലോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്ദരമായ ഒരു ഉദാഹരണം, ഒന്ന് സുഗന്ധ കച്ചവടക്കാരനെ പോലെയാണ്, ആ കൂട്ടുകാരൻ നിനക്ക് മണം തരും. രണ്ടാമത്താൻ നിന്റെ കുപ്പായം അവനെ കൊണ്ട് കത്തിപ്പോവുകയും ചെയ്യും. ഏത് വേണോന്ന് നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോ സഹോദരങ്ങളെ, വളരെ പ്രധാനമായിട്ട് പറയട്ടെ, നമ്മളുടെ സൗഹൃദം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല സൗഹൃദങ്ങൾ നമ്മൾ സ്ഥാപിക്കണം. നമ്മളുടെ ദീനിയായ പുരോഗതിയെക്കുറിച്ച് നമ്മളോട് ചോദിക്കുന്ന സൗഹൃദങ്ങൾ നമുക്കുണ്ടായാലുണ്ടല്ലോ, ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. മോശമായ സൗഹൃദമായി പോയാൽ നമ്മൾ അറിയാതെ പല വഴിക്കും പോകും. നമ്മുടെ മക്കളുടെ കാര്യത്തിലും വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. നമ്മുടെ മക്കളുടെ കൂട്ടുകാരാരാണ് എന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ബാധ്യതയും നമുക്കുണ്ട്. അപ്പൊ നല്ല കൂട്ട്, വസ്ബിർ നഫ്സക മഅൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി,
ഇങ്ങനെയുള്ള ആൾക്കാരെ നബിയെ കൂട്ടുകാരാക്കുക, അവരുടെ കൂടെ തങ്ങളിരിക്കും. ബിൽഗദാത്തി വല്ലശി യുരീദൂന വജ്ഹ, ഇഖ്ലാസ് ഉള്ളവർ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആകണം നമ്മുടെ കർമ്മം. സൗഹൃദം പോലും അങ്ങനെയാകണം. എന്ത് അമല് ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാകണം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് കൂട്ടുകാരാക്കേണ്ടത്. അല്ലാതെ ഈ ബാഹ്യമായ പ്രകടനത്തിന്റെ ആൾക്കാരുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ മതത്തിന്റെ ചില പെരുമാറ്റ രീതികളെയൊക്കെ കച്ചവടമാക്കി മാറ്റിയ ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരല്ല. ശരിയായ മതനിഷ്ഠയുള്ള വിശ്വാസമുള്ള ആൾക്കാരുണ്ടാവും. അവരോടൊപ്പം നിങ്ങളുടെ സൗഹൃദം നിങ്ങൾ സ്ഥാപിക്കണം. മറ്റൊരു കാര്യം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഇസ്ലാം ഒരു വ്യക്തിക്ക് മൂല്യം നിർണ്ണയിക്കുന്നത് അയാളുടെ ബാഹ്യമായ കാഴ്ചകൾ കൊണ്ടാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ഇവിടെ ഒരു ഭാഗത്ത് സഅദ് ബിൻ അബീ വഖാസ് സാധു, ബിലാൽ റളിയല്ലാഹു അൻഹു സാധു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് സാധു, മറ്റേത് വലീദ് ബിൻ മുഗീറ വലിയ ആള്. അൻ കാന ദാ മാലിൻ വ ബനീൻ, ഖുർആൻ അയാളെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. വലിയ പൈസക്കാരൻ, മക്കത്തെ വലിയ പൈസക്കാരൻ. അതിന്റെ കൂട്ടത്തില് വലിയ അധികാരവും സ്വാധീനമൊക്കെ ഉള്ള ആള്. അബൂജഹല് വലിയ സ്വാധീനമുള്ള ആള്. പുറം കാഴ്ചയില് മിടുക്കന്മാരവരാണ്, യോഗ്യന്മാരവരാണ്. പക്ഷേ അല്ലാഹു തആല പറയുന്നത് വല തഅദു ഐനാക അൻഹും, നിങ്ങൾ ഈ സാധുക്കളെ വിട്ട് നിങ്ങളുടെ കണ്ണങ്ങോട്ട് പോവുകയേ വേണ്ട. നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ പിടിച്ചു നിർത്തിക്കോളി. ഇപ്പൊ ബാഹ്യമായ കാഴ്ചകളിലല്ല. ഓരോ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പുലർത്തുന്ന നല്ല ജീവിത നിഷ്ഠയാണ് ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ അടുക്കൽ യോഗ്യനാക്കി മാറ്റുന്നത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹിന്റെ അടുക്കൽ ആദരണീയൻ ആരാണ്? അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നമ്മൾ എത്രത്തോളം പാലിക്കുന്നുണ്ടോ അതാണ് അള്ളാഹിന്റെ അടുക്കലുള്ള ആദരവ്. മൻ ബത്താ ബിഹി അമലു ലം യുസ്രി ബിഹി നസബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ കർമ്മം കൊണ്ട് പുറകോട്ടായി പോയാൽ കുടുംബയോഗ്യത കൊണ്ടൊന്നും ആരും മുമ്പോട്ട് വരികയില്ല. അള്ളാഹിന്റെ അടുക്കൽ സാമീപ്യം വേണോ? കുടുംബയോഗ്യത പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഇന്ന നാട്ടുകാരനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ എന്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾക്ക് അംഗീകാരം എന്ന് പറയുന്നത് അയാളിൽ എത്രത്തോളം ദീനിയായ ജീവിതമുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അയാൾ എത്രത്തോളം പാലിക്കുന്നുണ്ട്, അവിടെയാണ് ഒരു മനുഷ്യന് പടച്ചോന്റെ അടുത്ത് അംഗീകാരം, പടച്ചോന്റെ അടുത്ത് സ്വീകാര്യതയും ഉള്ളത്. അതുകൊണ്ട് ബാഹ്യമായ കാഴ്ചകളെ വെച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ യോഗ്യരായ ആൾക്കാരെ വിലയിരുത്താൻ നിൽക്കണ്ട. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ, ലൗകികമായ സൗകര്യങ്ങൾ, സുഖങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ അവരുടെ കൂടെ ഈ പണക്കാരുടെ കൂടെ, പൈസക്കാരുടെ കൂടെയൊക്കെ ഇരുന്നാൽ, അധികാരമൊക്കെ ഉള്ള ആരുടെ കൂടെ ഇരുന്നാൽ പെട്ടെന്ന് പല കാര്യങ്ങളും നടന്നു കിട്ടും. സ്വാധീനമുള്ള ആൾക്കാരുടെ കൂടെ പെട്ടെന്ന് പല കാര്യങ്ങളും നടന്നു കിട്ടും. ലൗകികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത് നമ്മൾ നിഷേധിക്കുന്നില്ല. അള്ളാഹു തആല കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അവരുടെ കൂടെ ലൗകികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഈ സാധുക്കളുടെ കൂടെ ഇരുന്നാൽ അവര് അള്ളാഹുവിനെ സംബന്ധിച്ച് നിരന്തരം ചിന്തയുള്ളവരാണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് സ്വഭാവത്തിന്റെ നന്മകൾ പകർന്നു കിട്ടും. നിങ്ങൾ സ്വഭാവത്തിന്റെ നന്മകൾ, ദീനിയായ നന്മകൾ പകർന്നെടുക്കാൻ കിട്ടുന്നിടം അതിനെ ഉപയോഗപ്പെടുത്തും. ലൗകികമായ താൽക്കാലിക ലാഭം നോക്കി വേറെ വഴിക്ക് പോകണ്ട. എന്നിട്ട് അല്ലാഹു തആല വളരെ കൃത്യമായി ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർത. 3 സ്വഭാവമാണ് അല്ലാഹു തആല അത്തരക്കാരെ കുറിച്ച് പറഞ്ഞത്. വലാ തുതി, നബിയെ താങ്കൾ പിന്തുടരരുത്, പിൻപറ്റരുത്, മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, എന്റെ സ്മരണ ഹൃദയത്തിലില്ലാത്തവരെ പിന്തുടരരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉണ്ടാകുക, വിശുദ്ധ ഖുർആനുമായിട്ട് നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് ഹലാൽ, ഖുർആൻ ഹലാലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹലാലാകുമ്പോഴാണ്, ഖുർആൻ ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹറാമാകുമ്പോഴാണ് നമ്മൾ ഖുർആന്റെ ആൾക്കാരായി മാറുന്നത്. ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത എത്രത്തോളം ഉണ്ടോ അവരിലാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി പ്രാവർത്തികമാകുക, കൃത്യമായി അവരിലാണ് നടപ്പിലാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, അള്ളാഹുവിന്റെ ചിന്ത ഹൃദയത്തിൽ ഇല്ലാത്ത ആളുടെ കൂട്ടത്തിൽ നബിയെ കൂടണ്ട, അവരെ വിട്ടേക്ക്, അവരെ വിട്ട് ഒഴിവായി മാറിക്കോളി. വത്തബ ഹവാഹു,
ഈ അള്ളാന്റെ ചിന്ത ഹൃദയത്തിൽ ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? വത്തബഅ ഹവ. ഇത്തിബാഉൽ ഹവ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഖുർആൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു. സ്വന്തം ഇച്ഛയെ, ആഗ്രഹത്തെ ദൈവമാക്കിയവർ. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു. നബിയെ കണ്ടിട്ടുണ്ടോ? സ്വന്തം ആഗ്രഹത്തെ, സ്വന്തം ഇച്ഛകളെ, താല്പര്യങ്ങളെ ദൈവമാക്കിയ ചില ആൾക്കാരുണ്ട്. അവരുടെ ദൈവം അതാണ്. എന്താണോ എൻ്റെ മനസ്സിൽ തോന്നുന്നത് അതാണ് എൻ്റെ ജീവിതം. അങ്ങനെ തീരുമാനിച്ച ആൾക്കാരാണ്. അള്ളാഹിനെ കുറിച്ച് ദിക്ർ ഹൃദയത്തിലില്ലാത്തതുകൊണ്ടാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിലില്ലാതാകുമ്പോ മനുഷ്യൻ തോന്നിയതുപോലെ ജീവിക്കും. ഈ തോന്നിയാസം ജീവിക്കുന്നതിന്റെ പേരാണിത്. അതിന് ഇന്നത്തെ ഏറ്റവും നല്ല പേരെന്താണെന്നറിയാവോ? എന്താണ്? ലിബറലിസം. ഈ ലിബറലിസം എന്ന് കേൾക്കുമ്പോഴേ എന്തോ പുതിയ സാധനമാണെന്ന് വിചാരിക്കണ്ട. പേര് ഇംഗ്ലീഷിൽ വന്നപ്പോഴേ എന്തോ ഭയങ്കര സംഭവമാണെന്ന് നമ്മൾ വിചാരിച്ച്. ഈ ലിബറലിസം ഏറ്റവും ആദ്യം ഉണ്ടായ ഇസമാണ് ലിബറലിസം. ഇബ്ലീസാണ് അതിന്റെ സത്യത്തിൽ തുടക്കക്കാരൻ, ലിബറലിസത്തിന്റെ. ഒരു നിയമവും എനിക്ക് ബാധക, അതല്ലേ ലിബറലിസം എന്ന് പറഞ്ഞാൽ. എന്തോ ലിബറലിസം എന്ന് എന്താ? എനിക്കൊരു നിയമവും ബാധകമല്ല, ഞാൻ എൻ്റെ സൗകര്യം പോലെ ലിബറൽ ആകുക. കേൾക്കുമ്പോൾ വാക്ക് നല്ല രസമുള്ള, നല്ല ലിബറൽ ആകുക. ആളല്ല ലിബറലാ എന്ന് പറയുമ്പോൾ എന്തോ ഭയങ്കര സംഭവം എന്ന് വിചാരിക്കും. സാധനം ഇത് തന്നെ, തോന്നിയതുപോലെ ജീവിക്കാം. ഞാൻ എന്താണോ എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് അങ്ങനെ ഞാൻ ജീവിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ നിയന്ത്രണങ്ങളൊന്നുമില്ല. ഇബ്ലീസ് അന്ന് പറഞ്ഞ അതാണ്. ഈ യുക്തിവാദവും ഇതൊക്കെ തുടങ്ങിയത്, യുക്തിവാദം ശരിക്കും ഇബ്ലീസ് തുടങ്ങിയതല്ലേ? എന്താണ്? ആ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആൾക്ക് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യുക. ശരിക്കും അതല്ലേ യുക്തിവാദം? അവിടെ തുടങ്ങിയതാണ്. അതിന്റെ ഉപോൽപ്പന്നങ്ങളാണ് പിന്നെ വന്ന ഈ പറഞ്ഞ ബാക്കി ഈസങ്ങളല്ല. സംഗതി പേരിങ്ങനെ വരുമ്പോൾ കേൾക്കാൻ രസമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നേ ഉള്ളൂ. ജീവിതത്തിന് നിയന്ത്രണങ്ങൾ ആവശ്യമില്ല. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് എൻ്റെ ജീവിതം എന്ന് തീരുമാനിക്കുമ്പോൾ അത് ലിബറലിസമായി. വേറെ നല്ല ഡെക്കറേഷനുള്ള പേരൊന്നും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ വത്തബഅ ഹവാഹു, സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. മസലുഹു കമസലിൽ കൽബി, നായയെ പോലെയാണത്. ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു, നായയെ പോലെയാണ്, തോന്നിയതുപോലെ ജീവിക്കുന്ന ആൾ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാം പരിഗണിക്കുന്ന ആളാണ്. ഞാൻ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അയൽവാസിനെ പരിഗണിച്ച് ഞാൻ ജീവിക്കുമ്പോൾ ഞാനൊരു മനുഷ്യനാകുന്നത്. എൻ്റെ കാര്യം, എൻ്റെ സൗകര്യം ഇതാണെന്ന് പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ ഞാനെങ്ങനെ മനുഷ്യനാകാം? ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ വീട്ടിലെ ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ ശ്രദ്ധിച്ച് ഞാൻ പരിഗണിച്ച് ഞാൻ ജീവിക്കുമ്പോൾ ഞാനൊരു മനുഷ്യനാകുന്നത്. അല്ലെ പിന്നെ കാളയും പോത്തും മനുഷ്യൻ തമ്മിൽ എന്താ വ്യത്യാസം? മനുഷ്യനെന്ന് പറഞ്ഞാൽ മറ്റേ പുള്ളി പറഞ്ഞ പോലെ അവനവൻ ആത്മസുഖത്തിനായി അനുഷ്ഠിക്കുന്നതെന്തും അപരപ്രിയ ഹേതുവായി വരണം എന്നാണ് അതിനെക്കുറിച്ച് നാരായണ ഗുരു പറഞ്ഞത്. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞേണ്ട കാര്യമൊന്നുമല്ല, എന്നാലും സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. താൻ തനിക്കായി അനുഷ്ഠിക്കുന്നതെന്തും എന്തായി മാറണം? അപരപ്രിയ ഹേതുവായി വരണം. മറ്റുള്ളവനും ഇഷ്ടപ്പെട്ടതായിരിക്കണം. അല്ലാതെ എനിക്ക് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പോരാ, മറ്റുള്ളവന്റെ ഇഷ്ടവും കൂടെ പരിഗണിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഞാൻ എൻ്റെ ഇഷ്ടം തിരഞ്ഞെടുക്കാൻ. എൻ്റേത് മാത്രമായ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമില്ല. അവൻ സാമൂഹികമായി വലിയ പ്രശ്നം സൃഷ്ടിക്കുന്ന ആളാണ്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, അത്തർ വാങ്ങുമ്പോൾ നിന്റെ ഇഷ്ടമല്ല നോക്കേണ്ടത്, രണ്ടാളുടെ അഭിപ്രായം കൂടെ ചോദിക്കണമെന്ന്. ശരിയല്ലേ? സത്യം പറഞ്ഞ ചില ആൾക്കാർ അത്തർ തേച്ചോണ്ടിരുമ്പോൾ നമുക്ക് തോന്നാറില്ലത്. രണ്ടാളുടെ ഒരു അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ. ഫുഡ് എന്ത് കഴിക്കണം? ചില പിന്നെ എന്താ പറയാ, തത്വജ്ഞാനികൾ എഴുതിയിട്ടുണ്ട്. ഫുഡ് എന്താ കഴിക്കേണ്ടതെന്ന് നീ തീരുമാനിക്കണം. വസ്ത്രത്തിന്റെ കാര്യത്തിൽ നീ തീരുമാനിച്ചാൽ മതി, മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ നീ എടുക്കുന്നത് നല്ലതാ. വസ്ത്രത്തിന്റെ കാര്യത്തിലെ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ ഒക്കെ എടുക്കുന്നത് നല്ലതാ. അങ്ങും ഇങ്ങും എത്താത്ത പാൻറ്റും ഒക്കെ ഇട്ടൊന്ന് സുജൂദ് ചെയ്യുന്നുണ്ടല്ലോ, അത് കഴിയും പുറകുള്ള ആളോടും ചോദിക്കുന്നത് നല്ലതാ, എങ്ങനെയുണ്ട് എൻ്റെ സുജൂദ് എന്ന്. എന്തൊക്കെയാണല്ലോ അവസ്ഥകൾ. സത്യത്തിൽ ഒന്നാമത്തെ സഫി നിസ്കരിക്കുന്നതാണ് ഏറ്റവും ആഫിയത്ത്. രണ്ടാമത്തെ സഫി നിൽക്കാതിരിക്കുക പരമാവധി. കാരണം പല കോലങ്ങൾ കാണു. കാരണം ഇവിടെ മുകളിലേക്ക് എത്തുന്നില്ല പാൻറ്. റുക്കൂ ചെയ്യുമ്പോഴേക്ക് ഏകദേശമൊക്കെ സുജൂദും കൂടെ ആമിനെ പറയുകയും വേണ്ട. അപ്പോ വസ്ത്രത്തില് നിന്റേതാണ് ചോയ്സ്.
മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ ഒന്ന് കേട്ടോളൂ എന്ന് പറഞ്ഞു. സുഗന്ധമാവുമ്പോ നിന്റെ അഭിപ്രായത്തിന് അവിടെ വിലയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ചാൽ മതി. എങ്ങനെയുണ്ട് ഈ മണം, എങ്ങനെയുണ്ട്, കൊള്ളാവോ? കൊള്ളലാവട്ടോ എന്ന് പറഞ്ഞിട്ട് ചില അസൂയാലുക്കൾ പറയും കേട്ടോ കൊള്ളല. അതല്ല, നല്ല കൂട്ടുകാർ, നേരത്തെ നമ്മൾ പറഞ്ഞോട് നല്ല കൂട്ടുകാർ, അവരോട് ചോദിക്കണം എങ്ങനെയുണ്ട് മണം, എങ്ങനെയുണ്ട്? ആ, നല്ല മണം, ആയിക്കോട്ടെ. അങ്ങനെ ഈ 3 സാധനത്തിന് ഇങ്ങനെ ഒരു ചില കാര്യങ്ങളുണ്ടെന്ന് ഏതായാലും ശരി, എന്തെങ്കിലും ആട്ടെ. അപ്പൊ അപരപ്രിയത്വം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. അതിനെ പരിഗണിച്ചിട്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോ വത്തബ ഹവാഹു, നബി പറഞ്ഞല്ലോ, ഇദാ റഅയ്ത ശുഹൻ മുതാഅൻ വഹവൻ മുത്തബഅൻ വയഅജാബൽ മർഇ ബിനഫ്സിഹി വഅലൈക ബിനഫ്സിക്. ദഅവത്ത് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണെന്ന് പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. നന്മയാണോ നിങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം, മറ്റുള്ളവരോട് നന്മ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം, തിന്മ നിങ്ങൾ വിലക്കിക്കൊണ്ടേയിരിക്കണം. പക്ഷെ ഒരാളോട് നീ തിന്മ വിലക്കണ്ടെന്ന് പറഞ്ഞു. ഒരാളോടെ തിന്മ വിലക്കേ വേണ്ട. ആരോടാണെന്നറിയാവോ? ഇദാ റഅയ്ത ശുഹൻ മുതാഅൻ, ഒരു മനുഷ്യൻ മഹാപിശുക്കനായി മാറി, പിശുക്കെന്ന് പറഞ്ഞാൽ പിശുക്ക്, അവനെ ഉപദേശിക്കാൻ പോകണ്ട, അത് അങ്ങനെ തന്നെ ജീവിക്കുള്ളൂ. അങ്ങനെ ജീവിക്കാനാണ് അത് ഗതി. ഉപദേശിക്കാൻ പോവുകയെ വേണ്ട. അവൻ പിശുക്കി 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 വെച്ചുകൊണ്ടിരിക്കും. കേട്ട അവസാനം ഒരു കീറത്തുണി കൊടുത്ത് അങ്ങോട്ട് പോകും. ബാക്കിയുള്ളതെല്ലാം മക്കൾ ആസ്വദിക്കും, മക്കളുടെ ഭാഗ്യം. മുമ്പൊരാൾ പറഞ്ഞല്ലോ, ഒരു ഉപ്പ പിശുക്കനാണെങ്കിൽ മക്കൾ ആരായിരിക്കും? നല്ല സാമ്പത്തിക ശേഷിയുള്ളവരായിരിക്കും. അടുത്ത തലമുറ ധൂർത്തന്മാരായിരിക്കും. പിന്നെ അടുത്ത തലമുറ പിശുക്കന്മാരുമായിരിക്കും. ഇതിങ്ങനെ റൊട്ടേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും എന്നാണ് വേറൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത്. മനഃശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എന്തേലും ആകട്ടെ, ഈ പിശുക്ക് നീ കണ്ടാൽ, ഇദാ റഅയ്ത ശുഹൻ മുതാഅൻ, ഒരാൾ മഹാപിശുക്കനാണെന്ന് കണ്ടാൽ നീ അവനെ ഉപദേശിക്കാൻ പോകണ്ട, അവൻ നന്നാകത്തേയില്ല. മുസ്ലിം പറഞ്ഞ ശരിയല്ലേ? ശരിയല്ലേ? മഹാപിശുക്കന്മാർ, ചെറിയ ചില്ലറ പിശുക്കന്മാരുണ്ട് കേട്ടോ, അവർ ചിലപ്പോൾ ശരിയായെന്ന് വരും. ഷുഹ എന്ന് പറഞ്ഞാൽ ബുഹലിന്റെ അപ്പുറത്താണ്. ബുഹൽ എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ ആയിട്ടുള്ള പിശുക്കിനാണ് ബുഹൽ എന്ന് പറയുന്നത്. നമുക്ക് പരിചയമുള്ള ഒരു വാക്കാണെന്ത്, ആൾ ബഹീലാന്നൊക്കെ പറയില്ലേ? ഇത് ബഹീലിനെ കുറിച്ചൊരു അപ്പുറത്തുള്ള സാധനമാണ് ഷുഹ്, പിശുക്ക്, മഹാപിശുക്ക്. അവനെ നന്നാക്കാൻ നോക്കിയാൽ നടക്കലെന്ന് മനസ്സിലാക്കാൻ. വഹവൻ മുത്തബഅൻ, രണ്ടാമത്തെ ഇതാണ്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, തൽക്കാലം ഇങ്ങോട്ട് വേണ്ട, എന്റെ കാര്യം എന്നൊരാൾ പറയുന്നുണ്ടോ അവനെ നന്നാക്കാൻ നോക്കണ്ട, അവനെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. ആരാ പറഞ്ഞേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ഹവൻ മുത്തബഅൻ വയഅജാബൽ മർഇ ബിനഫ്സി. ഞാനൊരു സംഭവമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഉണ്ടല്ലോ ആൾക്കാർ, ഞാനൊരു സംഭവമാണ്. ഈ 3 ആൾക്കാർ നന്നാകാനുള്ള ഒരു ലക്ഷണവും ഇല്ലാത്തവരാണ്, ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഷുഹൻ ഹവൻ മുത്തബഅ എന്ന് പറയുന്നത് ഒരു വലിയ രോഗവാ, മാറാവ്യാധിയാണ്. എന്നെ കുറിച്ചുള്ള ചിന്ത മനസ്സിലില്ലാത്ത ആൾക്കാരോട് നബിയെ കൂടരുത്. അതുപോലെ തന്നെ വത്തബ ഹവാഹു, സ്വന്തം ഇഷ്ടത്തിൻ പ്രകാരം ജീവിക്കുന്ന ആൾക്കാർ, വകാന അംറുഹു ഫുറുത, അതുപോലെ പിടുത്തം വിട്ട ജീവിതം. നമ്മളിപ്പോ അതാണല്ലോ ആള് പിടുത്തം വിട്ടു പോയി എന്ന് പറയാറില്ലേ? പിടുത്തം വിട്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു നിയന്ത്രണവും ഇല്ലാത്ത ജീവിതം. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി ഈ ഹവൻ മുത്തബ എന്ന് പറഞ്ഞാൽ പലതും ആഗ്രഹങ്ങൾ ഒരുപാട് കൊണ്ട് നടക്കുക. ഈ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുമ്പോ അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു രീതിയാണ് പിടുത്തം വിട്ട ജീവിതം. ഇങ്ങനെ ജീവിതത്തിന് ഒരു ലക്കും ലഗാനുമില്ലാത്ത മനുഷ്യര്, തോന്നിയതുപോലെ ജീവിക്കുന്നവർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിലില്ലാത്തവർ, നബിയെ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ കൂടരുത്, അവരെ വിട്ടേക്ക്. എന്നിട്ട് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും, നല്ല മനുഷ്യരുണ്ട്, ഏത് നേരവും അള്ളാഹുവിന്റെ ദിക്റിലായി, അള്ളാഹിന്റെ സ്മരണയിലായി കഴിയുന്ന ആൾക്കാർ, അവരെ കൂട്ടുകാരാക്കി അവരുടെ കൂടെ നബിയെ താങ്കളുടെ സമയം ചെലവഴിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിത്നയ്ക്കുള്ള ഒരു പരിഹാരമാണത്. ദീനിയായ മേഖലയിൽ നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും. ദീനിയായ മേഖല എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സാമ്പത്തിക മേഖലയിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ കുടുംബപരമായ പല പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിൽ മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാവും. വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളെ നിങ്ങൾക്ക് വിജയിക്കാൻ, അതിജയിക്കാനുള്ള മാർഗം ഇതാണ്. നല്ല കൂട്ടുകാരെ കൂടെ കൂട്ടിക്കോളൂ. അള്ളാഹുവിനെ കുറിച്ച് ദിക്റ് ചിന്തയില്ലാത്ത ആൾക്കാരെ നിങ്ങൾ കൂട്ടുകാരാക്കിയെടുത്താൽ നിങ്ങളുടെ ദീനിയായ
പ്രശ്നം പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം കൂട്ടുകാരുടെ കയ്യിലുള്ളതല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. ആ കൂട്ടുകാരുടെ കയ്യിലുള്ളത് തന്നെ തോന്നിയതുപോലുള്ള ജീവിതമാണ്. അവരെങ്ങനെയാണ് നമ്മുടെ ദീനിയായ പ്രശ്നത്തിന് പരിഹാരം തരിക? നമ്മുടെ ദീനിയായ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയുന്നത് അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത ഉള്ള ആൾക്കാർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ, നമ്മളുടെ ദീനിയായ പോരായ്മകൾ വരുമ്പോൾ അതൊക്കെ പറഞ്ഞ് ഉണർത്തി തരുന്ന നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.